ഇന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് പാസ്റ്റർ നെൽസൺ ലോറൻസ് കാരിച്ചാൽ. ആദ്യത്തെ ചോദ്യം, പൗലോസ് എവിടെയായിരുന്നപ്പോഴാണ് ഫിലിപ്പിയർ ഒന്നിലധികം പ്രാവശ്യം സഹായിച്ചത്? ഉത്തരം, തെസ്സലോനിക്കയിലായിരുന്നപ്പോൾ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. അടുത്ത ചോദ്യം, ക്രൂശിന്റെ വിരോധികളെക്കുറിച്ച് പറഞ്ഞിട്ട് പൗലോസ് എന്താണ് ചെയ്തത്? ഉത്തരം, കരഞ്ഞു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം, പൗലോസിനും ഫിലിപ്പിയർക്കും മധ്യേ സാക്ഷി നിർത്തിയത് ആരെയാണ്? ഉത്തരം, ദൈവത്തെ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം, ഫിലിപ്പിയർ നിമിത്തം പൗലോസിന് ഏറെ ആവശ്യമായി തോന്നി എന്താണ്? ഉത്തരം, ജഡത്തിൽ ഇരിക്കുക. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം. അടുത്ത ചോദ്യം, പൗലോസിന്റെ ദുഃഖം കുറയുവാനും ഫിലിപ്പിയർക്ക് സന്തോഷമുണ്ടാകുവാനും അയച്ചത് ആരെയാണ്? ഉത്തരം, എപ്പഫ്രോദിത്തോസിനെ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 28-ാം വാക്യം. അടുത്ത ചോദ്യം, എത്രമാത്രം എഴുതിയാലും ഞാൻ മടുത്തുപോകയില്ല എന്ന് പൗലോസ് പറഞ്ഞത് എന്താണ്? ഉത്തരം, കർത്താവിൽ സന്തോഷിപ്പിൻ. 3-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, കർത്താവിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ശക്തിയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും പൗലോസ് എങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്നു? ഉത്തരം, അനുഭവിച്ചറിയാൻ. 3-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, സുവിശേഷ ഘോഷണത്തിൽ പോരാടിയ 2 സ്ത്രീകൾ ആരെല്ലാമാണ്? ഉത്തരം, യുവോദ്യയും സുന്ദകയും. 4-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്തിനാണ്? ഉത്തരം, സുവിശേഷ ഘോഷണത്തിലെ കൂട്ടായ്മയ്ക്ക്. 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു ആരെയാണ്? ഉത്തരം, തിമോത്തിയോസിനെ. 2-ാം അധ്യായം 19-23 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ലജ്ജയായതിൽ അഭിമാനം ആർക്കാണ്? ഉത്തരം, ക്രൂശിന്റെ ശത്രുക്കൾക്ക്. 3-ാം അധ്യായം 19-ാം വാക്യം. അടുത്ത ചോദ്യം, എങ്ങനെ നടക്കുന്നവരെയാണ് കുറിക്കൊള്ളേണ്ടത്? ഉത്തരം, മാതൃക പ്രകാരം. 3-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം, പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ എന്ത് ആകേണ്ടതിനാണ്? ഉത്തരം, നിഷ്കളങ്ക മക്കൾ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. അടുത്ത ചോദ്യം, എപ്പോൾ വരെയാണ് നല്ല പ്രവൃത്തി നാം ചെയ്യേണ്ടത്? ഉത്തരം, ക്രിസ്തുവിൻ്റെ നാളോളം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, പൗലോസിനെ ബുദ്ധിമുട്ടിൽ ശുശ്രൂഷിച്ചത് ആരാണ്? ഉത്തരം, എപ്പഫ്രോദിത്തോസ്. 2-ാം അധ്യായം 25-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ദൈവം തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് എന്തെല്ലാമാണ്? ഉത്തരം, ഇച്ഛിക്ക, പ്രവർത്തിക്ക. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം. അടുത്ത ചോദ്യം, ആരെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്? ഉത്തരം, നായ്ക്കൾ, ആകാത്ത വേലക്കാർ, വിച്ഛേദനക്കാർ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം, പൗലോസിന്റെ കഷ്ടതയിൽ കൂട്ടായ്മ കാണിച്ചത് ആരാണ്? ഉത്തരം, ഫിലിപ്പിയർ. 4-ാം അധ്യായം 14, 15, 1-ാം അധ്യായം 5 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യേശുക്രിസ്തുവിനാൽ ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും നിറഞ്ഞു വരേണ്ടത് എന്താണ്? ഉത്തരം, നീതിഫലം. 1-ാം അധ്യായം 11-ാം വാക്യം. ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നുള്ള ഈ ചോദ്യങ്ങൾ
ദൈവവചന പഠനത്തിനായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.